കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകം 118 അധ്യായത്തിന്റെ 24 വചനം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാകുന്നു, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. മനുഷ്യർക്കൊക്കെ 7 ദിവസമുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയായിട്ടാണ് കാണുന്നത്. എന്നാൽ ദിവസങ്ങളെല്ലാം യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ ദിവസങ്ങളാണ്. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായിരിക്കുന്നു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ദിവസത്തിൽ ആനന്ദിക്കുവിനെന്ന്. കാരണം പൗലോസ് എല്ലാ ദിവസവും എന്ന പോലെ ദൈവത്തിൽ ആനന്ദിക്കുന്നത് കാണാൻ കഴിയും. നമുക്ക് ഒരു നല്ല ദിവസം ദൈവം ഒരുക്കി തരുമ്പോൾ, ഈ ദിവസം കർത്താവിന്റെ സന്നിധി പ്രാർത്ഥനയോടെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവിനോട് നമ്മൾ ഹൃദയപൂർവ്വം പറയണം, കർത്താവെ, ഇന്നത്തെ ദിവസത്തെ നടക്കുന്ന വഴികളെ, ഞാൻ പോകുന്ന ഇടങ്ങളെ, എന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ, എന്റെ സാഹചര്യങ്ങളിലെല്ലാം ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണം. കാരണം ദൈവത്തിന്റെ ദിവസമാണിത്. ദൈവം എനിക്ക് വേണ്ടി തന്ന ദിവസമാണിത്. അവിടുത്തെ നാമത്തെ ഉയർത്തുവാനുള്ള ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ചില ആനന്ദങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ചില പ്രത്യേക മുഹൂർത്ത ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ഓർത്ത് സന്തോഷിക്കും. ചില വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, തള്ളിപ്പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, ഈ ദിവസം മോശം ദിവസമാണെന്നൊക്കെ പറയും. ഒരിക്കലും അല്ല പ്രിയമുള്ളവരെ. പുതിയ ഒരു വാതിൽ നമുക്കായി തുറന്നു തരേണ്ടതിനാണ്. ചില മോശം അവസ്ഥകൾ വരുമ്പോഴും കർത്താവ് പറയാണ്, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവിനെന്നും. ഇത് കർത്താവിന്റെ ദിവസമാണെന്നേ. നമുക്ക് ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ഇത് കർത്താവിന്റെ ദിവസമാണെന്നേ. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ, ആ കൃപയുടെ, അഭിഷേകത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്, കർത്താവേ, എന്നിൽ പ്രവർത്തിക്കണമേ, എന്നെ നടത്തണമേ. അവിടുത്തെ ദിവസം പരിശുദ്ധമായിരിക്കുന്നത് കൊണ്ട് ആ പരിശുദ്ധ ദിവസത്തിന്റെ മഹത്വം നമ്മൾ എല്ലാവരും അനുഭവിക്കണം. ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തന പുസ്തകം 118 അധ്യായത്തിന് 24 പറഞ്ഞെങ്കിൽ 84 അധ്യായത്തിന്റെ 10 വചനം പറയാം, നിന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കിഷ്ടം. അവിടുന്ന് വചനം പറയുകയാണ്, നിന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. കാരണം കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്നത്തെ ദിവസം നമുക്ക് കർത്താവിനോട് കൂടെ, ഈ പ്രഭാതം മുതൽ കർത്താവിനോട് കൂടെ, പ്രദോഷം വരുന്നോടം വരെയും കർത്താവിനോട് കൂടെ ഇരുന്ന്, കർത്താവെ, എന്നെ നയിക്കണമേ, എന്റെ വായിൽ നിന്ന് മോശം ഒരു വാക്ക് വരരുത്, എന്റെ ജീവിതത്തിൽ അങ്ങേക്ക് വിഷമിക്കുന്ന ഒരു ചിന്ത പോലും വരരുത്. കർത്താവ് എന്നെ പരിപാലിക്കണം. എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.